മലപ്പുറത്തെ നമ്മുടെ വൈദ്യുതി വിതരണത്തെ അത് ഏതാണ്ട് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതാണ്ട് 9ഓളം സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിച്ചു. ഇന്ന് ഈ സബ്സ്റ്റേഷൻ തിരുവാലി സബ്സ്റ്റേഷൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം വേങ്ങരയിൽ വീണ്ടും ഒരു നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് നടക്കും. അതോടൊപ്പം തന്നെ ഊരകത്ത് 33 kV സബ്സ്റ്റേഷനും വെങ്ങല്ലൂർ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള 220 kV സബ്സ്റ്റേഷനും ഒക്കെ പൂർത്തിയാകുന്നതോടുകൂടി മലപ്പുറം ജില്ലയിലെ വൈദ്യുത വിതരണത്തിലുള്ള നമ്മുടെ ഒരു വിഷമം ഏതാണ്ട് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രത്യാശയിലാണ് നാം എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സബ്സ്റ്റേഷൻ്റെ സ്ഥലമെടുപ്പ് ഏതാണ്ട് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഈ നാട്ടിലെ സമുന്നതരായ രാഷ്ട്രീയ നേതൃത്വത്തോടും ഇവിടുത്തെ KSEB ജീവനക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കിടക്കുക, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുക. സാർ 2 വർഷം 2 ഇയേഴ്സാണ് നമ്മുടെ ഒരു സമയം. ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് തീർക്കാൻ കഴിയും. അതിനു മുമ്പ് തീർക്കാമെന്നാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നോട് പറയുന്നത്. ഞങ്ങളുടെ സാധാരണ നമ്മുടെ ഒരു സബ്സ്റ്റേഷൻ 2 വർഷം കൊണ്ട് നമ്മൾ തീർക്കും. പ്രത്യേകിച്ച് ലൈൻ വേണ്ടാത്തൊരു സബ്സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു തടസ്സം ഇല്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു എളുപ്പം അതിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനീയനായ ഈ മണ്ഡലത്തിൻ്റെ വണ്ടൂർ മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ AP അനിൽകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് KSEBL-ൻ്റെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ ഊർജ മേഖലയ്ക്ക് ഊർജ്ജസ്വലമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി K. കൃഷ്ണൻകുട്ടി അവർകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് KSEB-ൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് നോർത്ത് മേഖല ചീഫ് എഞ്ചിനീയർ ശ്രീ ശിവദാസ് ആണ്. അദ്ദേഹം ഞങ്ങളൊരാളാണ് എങ്കിലും ഔപചാരികയുടെ പേരിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ആളുകളുടെ പ്രതിനിധികൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും സംഘാടന സമിതിക്ക് വേണ്ടിയും KSEB-ൻ്റെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസ്കർ അമയൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് KSEB-ൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. രാമൻകുട്ടി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും KSEB-ന് വേണ്ടിയും ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ മെമ്പർ ശ്രീ AP ഉണ്ണികൃഷ്ണ അവർകൾ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും KSEB-ന് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവാലി ഡിവിഷൻ മെമ്പർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി കോമളവല്ലിയെ മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തെയും KSEB-ന് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സജ്ജന മന്നയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തെയും ഈ വേദിയിലേക്ക് KSEB-ൻ്റെ പേരിലും സംഘാടക സമിതിക്ക് വേണ്ടിയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ശ്രീ സബീർ ബാബു അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും KSEB-ന് വേണ്ടിയും
നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി CPI-എമ്മിനെ പ്രതിനിധീകരിച്ച് ശ്രീ M. മോഹൻദാസ് അവർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെയും KCBL വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CPI-നെ പ്രതിനിധീകരിച്ച് ശ്രീമതി ലെസ്ലി വി ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം KCBക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. ജനതാദൾ എസിനെ പ്രതിനിധീകരിച്ച് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ശ്രീ സൈഫുദ്ദീൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും KCBL വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ഇബ്ദു ഖദീർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും KCBL പേരിലും സംഘാടന സമിതിയുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് ശ്രീ മുഹമ്മദ് നജീബ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സംഘാടന സമിതിക്ക് വേണ്ടിയും KCBL വേണ്ടിയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതികരിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രീ ഷിജു P അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് KCBL പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സംഘാടന സമിതിക്ക് വേണ്ടിയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കാർങ്ങല്ലൂർ വികസന സമിതി പ്രസിഡന്റ് ശ്രീ വർഗീസ് എബ്രഹാം റോജി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും KCBL വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടി പേരിലും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശോഭന അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മാഡത്തിനെയും ഈ വേദിയിലേക്ക് KCBL പേരിലും സംഘാടന സമിതിയുടെ പേരിലും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, അവരുടെ സഹകരണം നമ്മളുടെ ഈ പ്രൊജക്റ്റിൻ്റെ നല്ല നടത്തിപ്പിനും എത്രയും പെട്ടെന്ന് തീർക്കാനും അവരുടെ സാമ്പത്തികമായ സഹകരണം ആവശ്യമുണ്ട്. അവർ നല്ലവരായ നാട്ടുകാരെല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ KSAB സ്റ്റാഫ്സ്, ഈ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യാൻ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഓരോരുത്തരെയും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും KCBL പേരിലും സംഘാടന സമിതിയുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ AP അനിൽകുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ ഇന്ന് തിരുവാലയിൽ തുടക്കം കുറിക്കുന്ന 110 kV സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, മുൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അവർ, വേദിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാമൻകുട്ടി അവർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ സജി പൗലോസ്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ശിവദാസ്, വേദിയിലുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സജ്ജന, വേദിയിലുള്ള ശ്രീ സാബിർ ബാബു, ശ്രീ M. മോഹൻദാസ്, ശ്രീ സൈഫുദ്ദീൻ, ശ്രീ ഇബ്നു കബീർ, പ്രിയപ്പെട്ട മുഹമ്മദ് നജീബ്, മറ്റ് വേദിയിലുള്ള ശ്രീ KP നാരായണൻ, ശ്രീ വർഗീസ് എബ്രഹാം റോജി, മറ്റ് ലെസ്ലി വിജയൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, KCBയുടെ ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ, ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ സന്ദർഭമാണ്. ഒരു 10 വർഷക്കാലത്തിലേറെയുള്ള ഒരാഗ്രഹത്തിന്, കാത്തിരിപ്പിന്
ഇന്ന് സാക്ഷാത്കാരമാവുകയാണ്. വളരെ വർഷങ്ങളായി നമുക്ക് തിരുവാലി പഞ്ചായത്തിൽ ഈ സബ്സ്റ്റേഷൻ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുവാൻ തുടങ്ങിയിട്ട് നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ, പ്രത്യേകിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ ഒക്കെ സഹകരണത്തോടെ, KSEB ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ ഇടപെടലോടെ ഒക്കെ നമ്മൾ ആ പ്രയാസങ്ങളൊക്കെ മാറ്റി ഇന്ന് 110 kV സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയാണ്. ബഹുമാന്യനായ മന്ത്രിയുടെ സാന്നിധ്യം നമുക്ക് ഏറെ ആവേശം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം 10 മണിക്ക് മുമ്പായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. 9:55 അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന ഉടനെ, അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയാണെങ്കിലും അദ്ദേഹം അടിമുടി ഒരു സമ്പൂർണ്ണ കൃഷിക്കാരനാണ്, കർഷകനാണ്. ഭൂമിയെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് ഒക്കെ വലിയ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ മനോഹരമായ സ്ഥലമാണ്, നല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന ഇടമാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കൃഷി രീതി ശരിയല്ല, ഇതിലെ കുറേം കൂടി ശാസ്ത്രീയമായ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഉൽപ്പാദനം ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. നോക്കിയാൽ തന്നെ നമുക്ക് ഭൂമി നോക്കിക്കഴിഞ്ഞാൽ, പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കാർഷിക മേഖലയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം വളരെ വളരെ വലുതാണ്. ഇന്ന് വൈദ്യുതി മേഖലയിൽ ഇരുന്നുകൊണ്ട് കൃഷിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന മന്ത്രിയാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിന് വേങ്ങരിൽ എത്തിച്ചേരാനുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, തിരുവാലിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകളിലും നമുക്ക് ഇന്ന് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 99%. ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും വൈദ്യുതിയായിരുന്നു, എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കലായിരുന്നു. പക്ഷെ ഇന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. മന്ത്രി ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ജില്ലയിൽ തന്നെ ഇനിയും വൈദ്യുതി എത്താത്ത മേഖലകൾ പലതുമുണ്ട് എന്നത്. പക്ഷെ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു 99% നമുക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, ത്രിതല പഞ്ചായത്തുകൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി പുതിയ വീടുകൾ ഉണ്ടാക്കുന്നിടത്ത് മാത്രമാണ് നമുക്ക് വൈദ്യുതി എത്താത്തത് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഏതാണ്ട് 99% നമുക്ക് വൈദ്യുതി എത്തിക്കഴിഞ്ഞു. അപ്പോൾ വൈദ്യുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പ്രശ്നം 2 കാര്യങ്ങളാണ്. അത് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വൈദ്യുതിയായി മാറുക, അതായത് നല്ല പ്രകാശത്തോടു കൂടി, വോൾട്ടേജ് ക്ഷാമം അധികം അനുഭവിക്കാതെ, അതോടൊപ്പം തന്നെ പ്രസരണ നഷ്ടം കുറച്ചു കൊണ്ടുവരിക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിലെ പ്രധാന ഘടകം. അപ്പോൾ ഈ 110 kV സബ്സ്റ്റേഷൻ വരുന്നതോടുകൂടി അത്തരത്തിൽ വണ്ടൂർ, തിരുവാലിയിൽ മാത്രമല്ല വണ്ടൂരിലും തൊട്ടടുത്ത നമ്മുടെ പഞ്ചായത്തുകളൊക്കെ ഈ 110 kV സബ്സ്റ്റേഷൻ്റെ ഗുണം ഇന്ന് വൈദ്യുതി മേഖലയിൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, തിരുവാലി ഇന്ന് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല വ്യവസായങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ഒരു വ്യത്യസ്ത മേഖലയിലുള്ള വ്യവസായങ്ങൾ ഇന്ന് തിരുവാലി പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലും നമുക്ക് ഏത് വ്യവസായത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനർജിയാണ്, പവറാണ്. അപ്പോൾ അതും നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വ്യവസായിക മുന്നേറ്റത്തിന് നല്ലതാണ്, കാർഷിക മുന്നേറ്റത്തിന് നല്ലതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് 110 kV സബ്സ്റ്റേഷൻ വരുന്നത് ഏറെ ഗുണകരമാണ്. മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത്. വൈകിയാണ് നമ്മൾ തുടങ്ങിയത്, പക്ഷേ ഇനി പൂർത്തീകരിക്കുന്ന കാര്യത്തിലും വൈകാതെ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാനുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മളും നമ്മുടേതായ എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകിക്കൊണ്ട് ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭദ്രദീപം തെളിയിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത്
ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവരെ സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ശിലാഫലകം അനാച്ഛാദനം ചെയ്യൽ. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ശിവദാസ് സാർ, ചീഫ് എഞ്ചിനീയർ, ട്രാൻസ്മിഷൻ നോർത്ത്, KCB, സാർഷം സ്വാഗതം ചെയ്യുന്നു. उद्घाटन की प्रसंग ബഹുമാനപ്പെട്ട ഈ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മളെല്ലാം പ്രിയങ്കരനായ വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ അവർകൾ, ഇന്ന് ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മളെല്ലാം പ്രിയങ്കരനായ ശ്രീ K കൃഷ്ണൻകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സമയപരിധി കാരണം ഞാൻ നേരിട്ട് റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ്. മലപ്പുറത്തിൻ്റെ ഇലക്ട്രിസിറ്റി മേഖലയെക്കുറിച്ചും എല്ലാം നേരത്തെ നമ്മളുടെ സ്വാഗത പ്രസംഗത്തിൽ KSEBയുടെ ഡയറക്ടർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ നേരിട്ട് റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന മഹത്തായ ലക്ഷ്യം വിജയകരമായി കൈവരിച്ച നമ്മളുടെ സംസ്ഥാനം ഗുണമേന്മയുള്ള വൈദ്യുതി ആവശ്യാനുസരണം ഇടതടവില്ലാതെ എന്ന കൂടുതൽ മഹനീയമായ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി വിപുലമായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്തിന്റെ അടുത്ത 2 ദശകത്തിനുള്ള വൈദ്യുതി ആവശ്യകത നിർവഹിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ പ്രസരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി വിവിധ പദ്ധതികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 10,000 കോടി രൂപയുടെ മുതൽ മുടക്ക് വിവിധ പദ്ധതികൾ കൂടി കണക്കാക്കിയിട്ടുള്ളതിൽ നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ തിരുവാലി വില്ലേജിൽ പുതിയ 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവർകൾ ഇന്നിവിടെ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ വണ്ടൂർ MLA
ശ്രീ AP അനിൽകുമാർ അവർകൾ അധ്യക്ഷത വഹിക്കും. തിരുവാലി ടൗണിനടുത്തായി നിലവിലുള്ള എളങ്കൂർ നിലമ്പൂർ 110 kV ഫീഡറിന് സമീപത്താണ് സബ്സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 അനുസരിച്ചുള്ള നടപടികൾ പൂർത്തീകരിച്ച് സ്ഥലം KSEBക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. പ്രസ്തുത പ്രോജക്റ്റിന് ഉദ്ദേശം 12.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തികളുടെ ടെൻഡർ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു. എടവണ്ണ, തിരുവാലി, വണ്ടൂർ, വാണിയമ്പലം, മമ്പാട്, പോരൂർ, കാളികാവ് എന്നീ ഇലക്ട്രിക്കൽ സെക്ഷൻ പ്രധാനമായും ആശ്രയിക്കുന്നത് എടവണ്ണ, വണ്ടൂർ, കാളികാവ് 33 kV സബ്സ്റ്റേഷനുകളെയാണ്. 33 സബ്സ്റ്റേഷനിലേക്കുള്ള ലൈനുകളുടെ നീളം ഉദ്ദേശം 15 മുതൽ 24 കിലോമീറ്റർ വരെയാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസരണ നഷ്ടം ഉണ്ടാവുകയും അതേപോലെ തന്നെ വൈദ്യുതി തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മതിയായ വോൾട്ടേജിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനും കഴിയുന്നില്ല. ഇതിനെല്ലാം ഉപരിയായി വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യം പരിഗണിച്ചും പ്രദേശത്തിന്റെ വ്യാവസായിക, സാമ്പത്തിക, സാമൂഹിക വികസനത്തിനും ഒരു 110 kV സബ്സ്റ്റേഷൻ അനിവാര്യമാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കും ഇടയിലുള്ള തൃക്കലങ്ങാട്, എടവണ്ണ, മമ്പാട്, വണ്ടൂർ, പോരൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ട തിരുവാലി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ എടവണ്ണ, വണ്ടൂർ, മമ്പാട് എന്നിവയാണ് പ്രധാന പട്ടണങ്ങൾ. വാണിജ്യ സംരംഭങ്ങൾ, കെട്ടിടങ്ങൾ, വസ്ത്ര വ്യവസായങ്ങൾ, മരവ്യവസായങ്ങൾ, ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഹാച്ചറികൾ തുടങ്ങിയവരുടെ ആവിർഭാവം കാരണം മലപ്പുറം ജില്ലയിൽ അതിവേഗം വളരുന്ന മേഖലയായി ഇത് ഇന്ന് തിരുവാലി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വണ്ടൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തിരുവാലി, വണ്ടൂർ, തൃക്കലങ്ങാട്, മമ്പാട് പഞ്ചായത്തുകൾക്കും ഏറനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എടവണ്ണ പഞ്ചായത്തിനും നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മമ്പാട് പഞ്ചായത്തിലും ഭാഗങ്ങളിലും പുതിയ സബ്സ്റ്റേഷന്റെ പ്രയോജനം പ്രത്യക്ഷമായി ലഭിക്കും. ഇതുകൊണ്ട് ഉദ്ദേശം 1 ലക്ഷം ആളുകൾക്ക് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നതാണ്. ഈ സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്ന ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർകൾക്കും വയനാട് MP രാഹുൽ ഗാന്ധി അവർകൾക്കും ബഹുമാനപ്പെട്ട വണ്ടൂർ MLA ശ്രീ AP അനിൽകുമാർ അവർകൾക്കും ഇത്തരുണത്തിൽ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ ശ്രീ ഹെബ്സൺ പണിക്കർ, ശ്രീ വർഗീസ് പണിക്കർ തുടങ്ങിയവർക്കും പ്രസ്തുത സ്ഥലം ഏറ്റെടുത്ത് നടപടികൾ സമയബന്ധിതമായ ഇടപെടലുകൾ നടത്തിയ കാർങ്ങല്ലൂർ വികസന സമിതി പ്രസിഡന്റ് റോജി എന്നറിയപ്പെടുന്ന ശ്രീ വർഗീസ് എബ്രഹാമിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മേൽ പ്രവർത്തിക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിന്റെ കാർഷികവും വ്യാവസായികവും വാണിജ്യപരവുമായ വളർച്ചയ്ക്കും വിശിഷ്യ ഈ പ്രദേശത്തിന്റെ സർവോന്നതമായ വികസനത്തിനും ഈ പദ്ധതി പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അനിൽകുമാർ MLA, സ്വാഗതം ശ്രീ ഷാജി പൗലോസ്, ശ്രീ രാമൻകുട്ടി തിരുവല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ഹസൻ അമയൂർ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് വേദിയിലുള്ള ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കാലാവസ്ഥാ വ്യതിയാനം മൂലം തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കുറഞ്ഞത് മൂലം നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം ഈ വർഷം മുഴുവൻ വളരെ കുറഞ്ഞ രീതിയിലാണ്. കഴിഞ്ഞ ദിവസം കേവലം 16% മാത്രമാണ് നമ്മുടെ ഉൽപ്പാദനം. ഇപ്പോഴും പകൽ സമയങ്ങളിൽ നമുക്ക് വലിയ വൈദ്യുതി പ്രതിസന്ധി ഇല്ല. എന്നാൽ വൈകുന്നേരങ്ങളിൽ അധിക ഡിമാൻഡ് നേരിടുന്നതിനും
നാം കഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ഡിമാൻഡായ 5024 മെഗാവാട്ടിൽ ഇനിയും നല്ല വർധനവ് വരുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള വൈകുന്നേരങ്ങളിൽ ഇലക്ട്രിസിറ്റി ഉപയോഗം കുറച്ച് കമ്മിയാക്കുകയാണെങ്കിൽ 4 ലൈറ്റ് ഉണ്ടെങ്കിൽ 1 ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും. അതുപോലെ ആവശ്യമില്ലാത്ത വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് പ്രയാസമില്ലാണ്ട് പോകാൻ സാധിക്കുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കുറവായ ഈ ഘട്ടത്തിലും ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മുടെ വൈദ്യുത പ്രസരണ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വൻ പുരോഗതിയാണ്. മുടങ്ങിക്കിടക്കുന്ന ഇടമൺ കൊച്ചി പ്രസരണ ലൈൻ യാഥാർത്ഥ്യമാക്കിയതും പുകലൂർ തൃശൂർ HVDC ലൈൻ പൂർത്തിയാക്കി വൈദ്യുതി പ്രവഹിച്ചതും കേരളത്തിന് മറക്കാനാവാത്ത കാര്യമാണ്. ഈ ലൈനുകൾ പൂർത്തിയായതോടെ കേരളത്തിലെ വൈദ്യുതി ഇറക്കുമതി ശേഷി 4800 മെഗാവാട്ടായും ആഭ്യന്തര ഉൽപ്പാദനം ഉൾപ്പെടെ കേരളത്തിൻ്റെ മൊത്തം ഊർജ്ജം 62 മെഗാവാട്ടും ഉയർന്നിട്ടുണ്ട്. കാസർഗോഡിലെ കരിന്തളത്ത് നിന്നും വയനാട് ജില്ലയിലെ പയ്യമ്പള്ളിയിലേക്കുള്ള 400 kV ലൈൻ നിർമ്മാണവും പുരോഗമിക്കുന്നു. ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. അതോടെ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ നീളുന്ന 400 kV പവർ ഹൈവേ പൂർത്തിയാകും. ഇത് മലബാറിലെ വൈദ്യുതി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും. സംസ്ഥാനത്ത് പുറത്തുനിന്നുള്ള വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതും ലഭ്യമായ വൈദ്യുതി സംസ്ഥാനത്തുടനീളം സുഗമമായി എത്തിക്കാനും സംസ്ഥാനത്തുള്ള പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുവാനും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭാവിയിലേക്കുള്ള വൈദ്യുതി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് തടസ്സകരമായ വൈദ്യുതി വിതരണം നടത്താനും വിഭജനം ചെയ്യുന്ന പദ്ധതിയാണ് ട്രാൻസ്ഗ്രിഡ്. 10,000 കോടി റുപ്യ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി 2 ഘട്ടമായാണ് നടപ്പാക്കുന്നത്. 400 kV 3 സബ്സ്റ്റേഷനുകളും 220 kV 22 സബ്സ്റ്റേഷനുകളും ഒരു 110 kV സബ്സ്റ്റേഷനും 3670 സർക്യൂട്ട് കിലോമീറ്റർ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈനുകളുമാണ് പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്ന വഴി പ്രതിവർഷം 521 ദശലക്ഷം യൂണിറ്റ്, അതായത് ഉദ്ദേശം 250 കോടി രൂപയ്ക്ക് തുല്യമായ വൈദ്യുതി നഷ്ടം കുറയ്ക്കാൻ സാധിക്കും. വരുന്ന 25 വർഷത്തെ പ്രസരണ ആവശ്യകത നിറവേറ്റുന്നതിനും വൈദ്യുതി തടസ്സം ഒഴിവാക്കുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി സ്ഥിരതയോടെ ഉപഭോക്താക്കൾക്ക് എത്തുന്നതിനും വിഭാവനം ചെയ്യുന്നു. 2 ഘട്ടങ്ങളിലായി ട്രാൻസ്ഗ്രിഡ് പദ്ധതിയിൽ ഇതുവരെ 2500 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വൈദ്യുതി പ്രസരണ രംഗത്ത് വളരെയേറെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 7.5 വർഷം കൊണ്ട് 99 സബ്സ്റ്റേഷനുകളാണ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഒരെണ്ണം 400 kV സബ്സ്റ്റേഷനും 13 220 kV സബ്സ്റ്റേഷനും 42 110 kV സ്റ്റേഷനും 16 66 kV സ്റ്റേഷനും 27 33 kV സ്റ്റേഷനുമാണ്. മലപ്പുറം ജില്ലയുടെ കിഴക്കേയറ്റത്ത് തുടക്ക പ്രദേശമായ വണ്ടൂർ, എടവണ്ണ, കാളികാവ് എന്നീ 31 kV സബ്സ്റ്റേഷനുകൾ മുഖേനയാണ് തിരുവാലയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത്. ഈ സബ്സ്റ്റേഷനുകൾക്ക് വൈദ്യുതി എത്തുന്നത് 110 kV നിലമ്പൂർ, കീഴ്ശ്ശേരി എന്ന സബ്സ്റ്റേഷനിൽ നിന്നാണ്. ദീർഘദൂര വൃക്ഷനിബന്ധമായ പ്രദേശങ്ങളുടെ 33 kV ലൈനുകൾ നിരന്തരമായി വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമാകും. ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരമാണ് ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന 110 kV തിരുവാലി സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്നത്. പൊതുവിൽ മലപ്പുറം ജില്ലയുടെ വൈദ്യുതി പ്രസരണ രംഗത്തെ ചില അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗങ്ങൾ ചേർന്ന് ത്വരിതപ്പെടുത്തലിൻ്റെ ഫലമായാണ് ഇന്ന് തന്നെ ഈ ജില്ലയിൽ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞത്. MLAയും മറ്റ് ജനപ്രതിനിധികളൊക്കെ അതിൽ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ 110 kV കാടാമ്പുഴ, 30 kV ഇൻകൽ എന്നീ 2 സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 220 kV വേങ്ങൂർ, 33 kV ചങ്ങരംകുളം എന്നിവയുടെ സ്ഥലമെടുപ്പ് അന്തിമഘട്ടത്തിലാണ്. ഇവയെല്ലാം സമയത്തായി പൂർത്തിയാക്കണമെങ്കിൽ ആവശ്യമായ ടവർ ലൈൻ നിർമ്മാണത്തിന് ജനപ്രതിനിധികളുടെയും സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിലമ്പൂർ എടക്കര 110 ഡബിൾ സർക്യൂട്ട് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയിട്ട് വർഷങ്ങളായി. MLA ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മലയോര ഹൈവേ നിർമ്മിക്കാൻ തീരുമാനമെടുത്താണ്. ഈ നടപടികൾ കാരണം തൃശ്ശൂരിൽ വെച്ച് നടന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേഖലാതല അവലോകനത്തിൽ മേൽപ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലയുടെ വൈദ്യുതി മേഖലയിൽ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുന്നതിന് ആവശ്യമായ എല്ലാ ശ്രമങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു.
സബ്സ്റ്റേഷനിലേക്ക് ആവശ്യമായ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ വലിക്കുമ്പോൾ ജനങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവണമെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 12.5 കോടി രൂപയുടെ ഭരണാനുമതി വെച്ച തിരുവല്ലി സബ്സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ എണ്ണവണ്ണ, തിരുവല്ലി, വണ്ടൂർ, വാണിയമ്പലം, മാഴമ്പാട്, കാളികാവ് ഇലക്ട്രിക് സ്റ്റേഷനുകളുടെ പരിധിയിലെ ഏകദേശം 1 ലക്ഷത്തിന്റെ ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കും. ഈ പ്രദേശത്തിന്റെ സമഗ്ര വികസനം സഹായിക്കുന്ന പദ്ധതിയുടെ സമയബന്ധിതമായ പൂർത്തീകരണ സ്ഥലം MLAയും മറ്റ് ജനപ്രതിനിധികളും ഇടപെട്ടതിൽ ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും വലിയ പൈസ ചിലവാക്കി പുറത്തു നിന്നും ഇലക്ട്രിസിറ്റി വാങ്ങാനാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ നമ്മളുടെ ആവശ്യത്തിൻ്റെ 30% മാത്രമേ ഇലക്ട്രിസിറ്റി നമ്മൾ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ഒരു സ്വഭാവം കേരളീയരുടെ ഷർട്ട് തൊട്ട് പേന തൊട്ട് ഇട്ട ഷർട്ട് ഇന്ന് കാലത്ത് ഇറങ്ങിയാൽ അത് മുഴുവൻ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരാണ്. ആ ശീലം വൈദ്യുതിയിലും ഉണ്ട്. വെച്ചാൽ 30% മാത്രമേ വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുള്ളൂ. 70% പുറത്തുനിന്ന് മേടിക്കുകയാണ്. ആ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അവരുടെ ദയയും ദാക്ഷിണ്യത്തിനും ഒക്കെ നിൽക്കേണ്ട ഒരു ഗതികേടാണ്. ഇപ്പോൾ തന്നെ പുറത്ത് മേടിക്കുമ്പോൾ ഒരു ചെറിയ അനുഭവം പറയാം. കൽക്കരി ഇറക്കുമതി കൽക്കരി 20% ഉപയോഗിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിർദ്ദേശം വന്നു. വെച്ചാൽ ആസ്ട്രേലിയയിൽ പോയി ചില കുത്തക കമ്പനികൾ കൽക്കരി ഖനിയെടുത്തപ്പോൾ അതിവിടെ ചിലവാകുന്നില്ല. ചിലവാകാതിരിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടി 20% കൽക്കരി ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി നിർദ്ദേശം ബഹളം ഉണ്ടാക്കിയപ്പോൾ 6% കുറച്ചു. ആ 6% തന്നെ ആ കമ്പനി തന്നെ അയാളുടെ വേറൊരു കമ്പനിക്ക് വിറ്റു. 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് വിറ്റു. അയാളുടെ തന്നെ വേറൊരു കമ്പനിക്ക് 20 രൂപയ്ക്ക് വിറ്റു. ആ 20 രൂപ വെച്ച് വില കണക്കാക്കാൻ, ആ വില കണക്കാക്കിയാൽ ഉൽപ്പാദന കമ്പനികൾക്ക് തന്നെ വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തു. ഇലക്ട്രിസിറ്റി ബോർഡോ റെഗുലേഷനോ കമ്മീഷനോ ഒന്നും വരെ. അതുകൊണ്ടാണ് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഒരു ശ്രമവും നടത്തുന്നില്ല. കുറേ കാലമായി. അതിന് ഇവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ സഹായം വേണം. 3000 TMC വെള്ളമുണ്ട് കേരളത്തിൽ. നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര അറിയോ? 300 TMC കൃഷിക്കും ഇലക്ട്രിസിറ്റിക്കും കൂടി. ബാക്കിയുള്ള വെള്ളമൊക്കെ നമ്മൾ വെറുതെ പാഴായിക്കളയാണ്. എത്ര സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മളുള്ള വെള്ളം ധർമ്മം ചെയ്യുകയാണ്. ധർമ്മം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാണ്ട് കളയുകയാണ്. ഇടുക്കിയിൽ ഇപ്പോൾ ഒരു 55 പൈസയേ വരുള്ളൂ. പീക്ക് അവറിൽ മേടിക്കുന്നത് 15 രൂപ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ബാങ്കിങ്ങുമായി പോയാൽ എത്ര വരും? 15 രൂപ 20 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്, പവർ കട്ട് വരാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു പദ്ധതി വന്നാൽ അപ്പം എന്തെങ്കിലും കാരണം പറഞ്ഞ് പരിസ്ഥിതിക്കാർ, നമ്മുടെ പത്രസുഹൃത്തുക്കൾ അത് വലിയ ഏറ്റെടുത്ത് പിടിച്ചുകൊണ്ട് അത് മുടങ്ങുന്ന ഒരു അവസ്ഥയാണത്. എൻ്റെ അവിടെ ഒരു കുരിയാർ കുറ്റിയുണ്ട്. എല്ലാം കഴിഞ്ഞ് ജനറേറ്റർ കൊണ്ട് വച്ച ശേഷം ഒരു തർക്കം ഉയർത്തി മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരും പറഞ്ഞ് അതോടെ നിർത്തി. അങ്ങനെ എത്ര പദ്ധതികളാണ് നിർത്തിയത്. ഇപ്പോൾ പാത്രക്കടവ് നിർത്തി, സൈലന്റ് വാലി പോയി. ഞാൻ അതിനൊന്നും വേണമെന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കാൻ പറയാനല്ല. പക്ഷേ ഹൈഡ്രൽ പ്രോജക്റ്റ് നമുക്ക് ശാശ്വതമായ പരിഹാരം കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ ഉൽപ്പാദനം ഇല്ലെങ്കിൽ ഉൽപ്പാദന കമ്പനികളുടെ ദയയും ദാക്ഷ്യത്തിനും നമ്മൾ നിൽക്കേണ്ട ഒരു പരിസ്ഥിതി വരും. ഇപ്പോൾ പാലക്കാട് ഇവിടെ തന്നെ മാനന്തവാടി മൾട്ടിപർപ്പസ് 1980 റിപ്പോർട്ട് അവതരിച്ചാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് വഴവും പ്രതിപക്ഷവും ഒക്കെ കൂടി ഇരുന്നിട്ടും അത് അനങ്ങാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ സ്ഥിതി. അത് നമുക്കൊരു 1 ഉറുപ്പിക്ക് ഇലക്ട്രിസിറ്റി കിട്ടും അത് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ. അപ്പർ ചാലിയാർ 105 മെഗാവാട്ട് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് എത്ര കൊല്ലമായി? ഒന്നും അനങ്ങുന്നില്ല. പാണ്ടിയാർ പുന്നപ്പുഴ അതുതന്നെയാണ് സ്ഥിതി. ഇതൊക്കെ നമുക്ക് ചെയ്താൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടും. ഇവിടെ വ്യവസായങ്ങൾ ധാരാളം വരാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിസിറ്റി കൂടുതലായാൽ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അത് നോക്കണം. എനിക്ക് പിന്നെ വേറൊരു അഭ്യർത്ഥനയും കൂടി ഇവിടുത്തെ സദസ്സിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് ധാരാളം സാധ്യത സോളാറിനുണ്ട്. 300 യൂണിറ്റ് താഴെയുള്ള ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിലുള്ള സബ്സിഡി 60%, 80% വരെ സബ്സിഡിയുള്ള പുതിയ സ്കീമുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞ് മിച്ചം കിട്ടും. അഡീഷണൽ ഒരു ഇൻകം കൂടി കുടുംബങ്ങൾക്ക് കിട്ടും. അത് പരമാവധി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മൊബൈൽ ഫോണിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാം, അതൊക്കെ ചെയ്യുക. അത് പരമാവധി ജനപ്രതിനിധികൾ എല്ലാവരും കൂടി സഹകരിച്ച് അത് ചെയ്യണമെന്ന് എനിക്ക്. അങ്ങനെ നമുക്ക് അവരുടെ ഒരു കുടുംബത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെലവ് ഇലക്ട്രിസിറ്റി ചാർജാണ്. ആ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കുക മാത്രമല്ല അത് കഴിഞ്ഞിട്ട് മിച്ചവും കിട്ടും. അതേപോലെ തന്നെ കാർഷിക ആവശ്യത്തിന് കുസുമം
പദ്ധതിയുണ്ട്. സോളാർ വെച്ചിട്ടുള്ളത് ചെയ്താൽ 90% സബ്സിഡി കിട്ടും. അല്ല സോറി 60% സബ്സിഡി കിട്ടും. ബാക്കി 40% വേണമെങ്കിൽ ലോണോ ആക്കി നബാർഡിൻ്റെ സ്കീമായിട്ട് ചെയ്ത് 1,00,000 പമ്പുകൾക്ക് ചെയ്യാനുള്ളൊരു സ്കീം ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും പരമാവധി ഞാൻ MLA പറഞ്ഞു, ഇവിടുത്തെ ജനപ്രതിനിധികളോടും പറഞ്ഞു. ഇവിടുത്തെ കൃഷി കണ്ടപ്പോൾ സങ്കടം തോന്നി എനിക്ക്. അത് ഇറിഗേറ്റ് ചെയ്താലുള്ള ലാഭം എത്ര വലിയ മാറ്റമാണ്. ഇപ്പോൾ 40 നാളികേരം പോലും ഇവിടെ കിട്ടില്ല. ഇറിഗേറ്റ് ചെയ്താൽ അത് 100 ആകും. അത് മൈക്രോ ഇറിഗേഷനിൽ പ്രിസിഷൻ ഫാമിങ്ങിൽ ചെയ്താൽ 150-200 വരെ വരും. നിങ്ങൾ വേണമെങ്കിൽ കൃഷിക്കാർ ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് കാണേ. മൈക്രോ ഇറിഗേഷൻ ഓരോ ചെടിൻ്റെ ചുവട്ടിൽ എത്ര വെള്ളമാണോ ആവശ്യം അത്ര കവുങ്ങ് ഇത് നനച്ച് ഇറിഗേറ്റ് ചെയ്താലുണ്ടാകുന്ന അതിന് സോളാർ പമ്പ് വെക്കാനും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പ്രത്യേകമായ പരിഗണന കൊടുക്കും. കൃഷിക്കാർക്ക് അത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഇത് 60% സബ്സിഡിയും കിട്ടും. 40% ആണെങ്കിൽ ലോണും ഉണ്ടാക്കിത്തരാം. നിങ്ങളിത് ഇറിഗേറ്റ് ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നാളികേരമായിക്കോട്ടെ, കവുങ്ങായിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊരു വലിയ മാറ്റം. ആ രീതിയിലുള്ളൊരു പച്ചക്കറി ഞാൻ കണ്ടു. പച്ചക്കറിയൊക്കെ അത് പ്രിസിഷൻ ഫാമിങ്ങിൽ ചെയ്താൽ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോലും അത് വാടകയ്ക്ക് മടക്കി ചുരുട്ടിക്കൊണ്ടു പോകുന്ന, അത് ആവശ്യം വാടകയുടെ കാലാവധി കഴിഞ്ഞാൽ അത് മടക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകുക. ആ രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പരമാവധി ഉപയോഗിച്ചാൽ ഞങ്ങളുടെയൊക്കെ എത്രയും അറിയോ, തക്കാളിയൊക്കെ ഇപ്പോഴും അവാർഡ് കിട്ടിയത് ഞങ്ങളുടെ അവിടെയാണ്. ഏകദേശം 800ഓളം കൃഷിക്കാരത് ചെയ്തിട്ടുണ്ട്. അവിടെ 800ഓളം കൃഷിക്കാരുണ്ട്. അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം അവാർഡ് കിട്ടിയത് അവിടെയാണ്. കഴിഞ്ഞ കൊല്ലം അവാർഡ് കിട്ടിയത് നമ്മളുടെ അവിടെയാണ്. തക്കാളിയൊക്കെ എത്രയാണ് ചെയ്തറിയോ? 52 ടണ്ണാണ് ഒരു ഏക്കറിൽ ഉണ്ടാക്കിയത്. 52 ടൺ. വേൾഡ് റെക്കോർഡ് 48 ഉള്ളൂ. അതിൽ വെച്ച് കൂടുതൽ ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ അത് ഒരു ഏക്കറിൽ തന്നെ 6 മാസം കൊണ്ട് ഒരു 3 ലക്ഷം 4 ലക്ഷം റുപ്യ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ കൃഷി രീതി മാറ്റി. അതിന് മലപ്പുറത്ത് ഒരുപാട് സാധ്യത. എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി. അത് ജനപ്രതിനിധികളും കൃഷിക്കാരും എല്ലാവരും ഉപയോഗിക്കണം. അതിന് പറ്റിയ കൃഷിക്കാരൊന്ന് പോയി ഞങ്ങളുടെയൊക്കെ വന്ന് കാണണം. കണ്ടാലേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ ചെയ്യണം. അതിന് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യും. അനർട്ട് ആ രീതിയിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. നിങ്ങളതിലെല്ലാം സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തിരുവാലി 111 കെ വി സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.